അച്ഛൻ തിരുമേനിയും കണ്ണനും രാത്രിയിൽ നട അടച്ചതിന് ശേഷം വെറുതെ അല്പസമയം കഥകളൊക്കെ പറഞ്ഞ് നിലാവെളിച്ചത്തിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ അച്ഛൻ തിരുമേനി കണ്ണനോട് ചോദിച്ചു, കണ്ണ, എന്തോരം ഭക്തരാ ദിവസേന ഗുരുവായൂർ നടക്ക് വന്ന് നിന്നെ തൊഴണേ. അവരുടെ സങ്കടങ്ങളും പരാതികളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ എണ്ണിപ്പെറുക്കി ഉണ്ണിയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ എങ്ങനെയാ ഉണ്ണി എല്ലാവരെയും നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കണേ? കണ്ണൻ അച്ഛൻ തിരുമേനിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് ഇഷ്ടമുള്ളവരോട് നമ്മൾ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കൂ, അല്ലേ അച്ഛൻ തിരുമേനി? അല്ലാത്തവരോട് നമ്മൾ എന്തെങ്കിലും പറയുമോ? കേൾക്കാൻ ഒരാളരികിലുണ്ട് എന്ന തോന്നൽ, ചിലതൊന്നും പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ, അതാണ് അവർക്കൊക്കെ ഞാൻ. അപ്പോൾ പിന്നെ അവരെ കാണുമ്പോൾ പുഞ്ചിരിച്ച് നിൽക്കാനല്ലേ എനിക്ക് സാധിക്കൂ? അവരുടെ ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞാൻ തോറ്റു പോകുമ്പോഴാണ് പുഞ്ചിരിക്കണേ. ഭക്തിയാൽ മാത്രമേ എന്നെ തോൽപ്പിക്കാനാകൂ. അവിടെ ജയിക്കുന്നത് പ്രാർത്ഥനയല്ല, അവരുടെ ആവശ്യങ്ങളുമല്ല. നിഷ്കളങ്കമായ സ്നേഹവും അചഞ്ചലമായ വിശ്വാസവും ശുദ്ധമായ ഭക്തിയും പൂർണ്ണ സമർപ്പണവുമാണ്. എന്തിന് ഭക്തരെ പറയണു? അച്ഛൻ തിരുമേനിക്ക് എന്നെ വലിയ ഇഷ്ടമല്ലേ? അച്ഛൻ തിരുമേനിക്ക് ഉത്തരവൊന്നും ഉണ്ടായില്ല ആ ചോദ്യത്തിന്. തൊഴുത് നിന്നു, ഒന്നും പറയാതെ തന്നെ. ഉള്ളറിയുന്ന എൻ്റെ പൊന്നുണ്ണി കണ്ണാ, ഗുരുവായൂരപ്പാ കൂടെ ഉണ്ടാവണേ. സർവം കൃഷ്ണാർപ്പണമസ്തു.